മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളി കേരള ബാങ്ക്. 207 വായ്പകളിലായി 385.87 ലക്ഷം രൂപ എഴുതിത്തള്ളാൻ ഭരണസമിതി അനുമതി നൽകി. ദേശസാൽകൃത ബാങ്കുകളിലുള്ള വായ്പകൾ എഴുതിത്തള്ളണമെന്ന ആവശ്യത്തിൽ ഇതുവരെയും കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ജൂലൈ മാസം അവസാനം ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായ ശേഷം ഓഗസ്റ്റ് മാസം തന്നെ ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുമെന്ന് കേരള ബാങ്ക് വ്യക്തമാക്കിയിരുന്നു. ദുരന്തബാധിതരുടെ വായ്പാ ലിസ്റ്റ് തയ്യാറാക്കാൻ ഭരണസമിതി അപ്പോൾ തന്നെ നിർദ്ദേശവും നൽകി. ആദ്യഘട്ടത്തിൽ 9 വായ്പകളിലായി 6.36 ലക്ഷം രൂപ എഴുതിത്തള്ളി. തുടർന്ന് സമഗ്രമായ വിവരങ്ങൾ റവന്യൂ വകുപ്പിൽ നിന്നും ലഭിച്ചതിന്റെ അടിസ്ഥാനമാക്കിയ ശേഷമാണ് ഇപ്പോൾ 207 വായ്പകളിലായി 385.87 ലക്ഷം രൂപ എഴുതിത്തള്ളാൻ ഭരണസമിതി അനുമതി നൽകിയിരിക്കുന്നത്. കേരള ബാങ്കിന്റെ ചൂരൽമല മേപ്പാടി ശാഖകളിൽ വായ്പയുള്ളവരുടെ വായ്പ എഴുതിത്തള്ളുന്നതിനാണ് ബാങ്ക് ഭരണസമിതി അനുമതി നൽകിയത്. മരണപ്പെട്ടവരുടെ 106.63 ലക്ഷം, വീട് നഷ്ടപ്പെട്ടവരുടെ 139.54 ലക്ഷം, സ്ഥലം നഷ്ടപ്പെട്ടവരുടെ 40.53 ലക്ഷം, സ്ഥാപനം നഷ്ടപ്പെട്ടവരുടെ 50.05 ലക്ഷം, തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ 65.53 ലക്ഷം, കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരുടെ 37.51 ലക്ഷം എന്നിവയും വഴിയും യാത്രാ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടവരുടെ 28.38 ലക്ഷവും, കൃഷി നഷ്ടപ്പെട്ടവരുടെ 39.96 ലക്ഷവും, മറ്റുള്ളവരുടെ 7.75 ലക്ഷവും ഉൾപ്പെടെയുള്ള വായ്പകളാണ് കേരള ബാങ്ക് എഴുതിത്തള്ളിയത്. ദേശസാൽകൃത ബാങ്കുകളുടെ വായ്പകൾ എഴുതിത്തള്ളാനോ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തിൽ മറുപടി പറയാനോ ഇതുവരെയും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുമില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.